എക്സ്പോസിംഗ് ദ റൈറ്റ് ഏജൻസി. പോളണ്ടിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഒരു നല്ല കൺസൾട്ടൻറ്റ് സർവീസ് സജസ്റ്റ് ചെയ്യാമെന്നുള്ളത്. സോ ഫ്ലൈവിസ് ഓവർസീസ് എഡ്യൂക്കേഷൻ. സോ ഫ്ലൈവിസ് വഴി കഴിഞ്ഞ ഇൻടേക്കിലും ഇവിടെ വന്ന 2 സ്റ്റുഡൻസ് ആണ് ഇന്ന് വീഡിയോയിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനും എൻ്റെ വരെ എല്ലാവരും വാച്ച് ചെയ്യുക. ഹായ് ഹലോ, ദിസ് ഇസ് അപർണ ആൻഡ് അനുപമ. ഫ്ലൈവിസ് ഏജൻസി വിയ കഴിഞ്ഞ ഇൻടേക്കിൽ പോളണ്ടിലേക്ക് വന്ന സ്റ്റുഡൻസ് ആണ് ഇവർ. സോ അപർണ, ഏത് കോഴ്സാണ്, ഏത് കോളേജാണ്? ഞാൻ ബാച്ചിലേഴ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് നെറ്റ്വർക്ക്സ് വിസ്ല യൂണിവേഴ്സിറ്റി പഠിക്കും. ബാച്ചിലേഴ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ ഫ്ലൈവിസിലേക്ക് നിങ്ങൾ രണ്ടും എത്തിപ്പെട്ടത് എങ്ങനെയാണ്, കണക്ട് ആയത്? ഞാൻ ഇതുപോലെ പോളണ്ട് നോക്കിയ ടൈമിൽ ഈ സെയിം കോഴ്സ് തന്നെ എടുത്ത ആൾക്കാരെ കണ്ടു. പിന്നെ യൂട്യൂബിൽ ഇത് ഫ്ലൈവിസിൻ്റെ തന്നെ വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടു, അതിൽ കുറേ പിള്ളേർ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ഫ്ലൈവിസ് കണ്ടുപിടിച്ചത്. അപർണ? ഞാൻ ഫസ്റ്റ് തൃശ്ശൂരിലെ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഏജൻസി ത്രൂ ആണ് വരാൻ നോക്കിയത്. അതിനുശേഷമാണ് ഞാൻ ഫ്ലൈവിസിനെ പറ്റി അറിയുന്നത് ത്രൂ ഓൺലൈൻ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസും യൂട്യൂബിൽ വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഫ്ലൈവിസിനെ പറ്റി അറിയുന്നത്. ഓക്കെ, അപ്പം ആദ്യം ചൂസ് ചെയ്ത ഏജൻസി ഡ്രോപ്പ് ചെയ്തിട്ട് ഫ്ലൈവിസിലേക്ക് വരാനുള്ള റീസൺ എന്താണ്? മറ്റേ ഏജൻസി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ലാഗായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫ്ലൈവിസിനെ പറ്റി പിന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണേ. അപ്പോൾ ഞാനിങ്ങനെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കിയപ്പം കുറേ സ്റ്റുഡൻസ് സെയിം കോഴ്സ് സെയിം യൂണിവേഴ്സിറ്റി ആയിട്ട് കുറേ പേർക്ക് വിസ അടിച്ചതൊക്കെ കണ്ടേ. പിന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നത് ചേച്ചിയുടെയും ഗോഡ്സൺ ചേട്ടൻ്റെ ഒക്കെ റീൽസ് കണ്ടിട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് മാറാം എന്നുള്ളത്. സോ ആദ്യം ഓപ്റ്റ് ചെയ്ത ഏജൻസിയെ കാട്ടി എന്തൊക്കെ പോസിറ്റീവ് സൈഡാണ് ഫ്ലൈവിസിലേക്ക് വന്നപ്പോൾ കിട്ടിയത്? ഫ്ലൈവിസിൻ്റെ കുറേ പേര് ഇവിടെ പോളണ്ടിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പോളണ്ടിൽ എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് എത്ര വേഗത്തിൽ അറിയാൻ പറ്റിയായിരുന്നു. പക്ഷേ മറ്റേ അവിടെ എന്ന് പറയുമ്പം അവർക്ക് ഇവിടെ ടീമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചാലൊന്നും തരില്ല, വിസ അടിച്ച് കഴിഞ്ഞതിന് ശേഷം തരുള്ളൂ. പക്ഷേ ഫ്ലൈവിസിൽ നമുക്ക് ഓൾറെഡി ബാച്ച് ആയിട്ടാണ്. ഇപ്പം VFSൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മോക്ക് സെഷൻസ് ആയാലും പിന്നെ നമുക്ക് എല്ലാവരായിട്ടും കോണ്ടാക്ട് ഉണ്ടാവും. അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. സോ നമുക്കറിയാം അവരുടെ ഇത് വരെത്തി നമ്മുടെ ഇത് എങ്ങനെ നിൽക്കണമെന്നൊക്കെ. അനുപമയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ ഫ്ലൈവിസുമായിട്ടുള്ള ഈ ഒരു ജേർണി? എനിക്കിതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഒന്നാമതേ ഫ്ലൈവിസ് ഇവിടെയാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഓരോ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാലും ഇവിടെ പോളണ്ടിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാലും ഓൺ ദി സ്പോട്ടിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടെ നമ്മളൊരു 3-4 അവേഴ്സ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴത്തേനും എത്രയും വേഗം അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് അത്രയും വേഗം കിട്ടിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ടെൻഷനാണ് നമുക്ക് പോകുന്ന ടൈമിൽ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ഓരോ ടൈമിലൊക്കെ, VFSൻ്റെ സമയത്താണെങ്കിലും ഡേറ്റ് കിട്ടുന്ന ടൈമിലാണെങ്കിലും. പക്ഷെ എന്നാലും അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഫ്ലൈവിസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഗൂഗിൾ മീറ്റ് ത്രൂ ആയിരുന്നു മോക്ക് സെഷനൊക്കെ ചേരുന്നത്. ഓൾമോസ്റ്റ് വീക്കിലി എല്ലാ ദിവസവും നമുക്ക് മോക്ക് തന്നായിരുന്നു. ആക്ച്വലി സബ്മിഷന് മുന്നേ തന്നെ നമുക്ക് മോക്ക് സെഷൻ കുറേ തന്നുകൊണ്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അത്യാവശ്യം നല്ല രീതിക്കാണ് പോയിരുന്നത്. അപ്പം ഈ ഇൻ്റർവ്യൂ മോക്ക് സെഷൻ തരുമ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണമെന്നുള്ളവർക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് കുറച്ചും കൂടെ നമ്മളൊന്ന് ഇൻ്റർവ്യൂ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ടും എടുത്തിട്ടുണ്ട്. അല്ലാതെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടൈം എത്തുമ്പോഴത്തേനും നമുക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ടും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ സബ്മിഷൻ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണോ അതോ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു ഡേറ്റ് ആണോ കിട്ടിയത്? അതെങ്ങനെയായിരുന്നു സബ്മിഷൻ ഡേ? എൻ്റെ ടൈമിൽ ഞങ്ങളൊരു 5 പേർക്ക് ഒന്നിച്ച് സബ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ചായിരുന്നു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഓൾറെഡി ഞാൻ പോയി സബ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് നേരെ റിജക്ഷൻ കിട്ടി. എന്നിട്ട് അപ്പീൽ ചെയ്തിട്ടാണ് എനിക്ക് പിന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് പിന്നെ ഇൻ്റർവ്യൂവിന് പോയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്ന റിജക്ഷൻ ഇൻ്റർവ്യൂവിന് വിളിക്കാതെ റിജക്ഷൻ വന്നു. പിന്നെ വീണ്ടും പ്രോസസ് പോയി അപ്പീൽ ചെയ്ത് എന്നിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടി. ഓക്കെ, അപർണയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സബ്മിഷൻ ഡേ? സബ്മിഷന് പോയപ്പോൾ ഞാനും പിന്നെ ഫ്ലൈവിസിൽ തന്നെ വേറൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂടെ അന്ന് ഞങ്ങളൊരു 6 പേരുണ്ടായിരുന്നു ഫ്ലൈവിസിൻ്റെ തന്നെ. അന്ന് തന്നെയായിരുന്നു അനുപമയും റീഅപ്പീലിന് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫസ്റ്റ്
ഇന്റർവ്യൂവിൽ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ബാച്ച് ആയിട്ടായിരുന്നു ഇന്റർവ്യൂ സെക്ഷൻസും കാര്യങ്ങളും. അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഇവിടെ എത്തിയോ, പോളണ്ടിൽ എത്തിയോ? നമ്മളന്ന് പോയ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരിൽ 4 പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒഴിച്ചു എനിക്കും വേറെ കുട്ടിക്ക് റിജക്ഷൻ കിട്ടി, ബാക്കി 3 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പീൽ എടുക്കാൻ പോയ ടൈമിൽ അപർണയുടെ കൂടെ അത് ഞങ്ങളൊരു 6-7 പേരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും കിട്ടി, അവർ വന്നിട്ടുണ്ട്. അപ്പൊ റിജക്ഷൻ ആയവർ ഉണ്ടോ? റിജക്ഷൻ ആയവരും ഉണ്ട്, പക്ഷെ ഭൂരിഭാഗം പേരും നമ്മളിവിടെ വന്നിട്ടുള്ള ഒരു 30 പേരിൽ 2-3 പേര് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, റിജക്ഷൻ ആയ റീസൺ എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തവരല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് റിജക്ഷൻ ആയതിന്റെ റീസൺ എന്തായിരിക്കും? ഇന്റർവ്യൂവിന് അവർ നല്ലതായിട്ട് പെർഫോം ചെയ്യാത്തത് തന്നെ ആയിരിക്കാം. കാരണം നമുക്ക് കൂടുതലും നല്ലതായിട്ട് അവർ പോയവരുടെ കയ്യിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് റീകളക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇന്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ഒരു ക്വസ്റ്റ്യൻ അറിയാൻ മേലായിരിക്കും, അല്ലെങ്കിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യാത്തതിൻ്റെ എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിലായിരുന്നാലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിരുന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വേറെ പല ഏജൻസിയിൽ നിന്ന് വന്നവരായിരിക്കാം. സോ അവരെന്താ അവരുടെ ഏജൻസിനെ പറ്റി പറയുന്നത്? അവരുടെ ആ ഒരു സർവീസ് ആയിരുന്നോ അതോ ഫ്ലൈവിസിൻ്റെ സർവീസ് ആയിരുന്നോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടും എക്കണോമിക് ആയിട്ടും തോന്നിയിട്ടുള്ളത്? ഇതിപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ ഒരു 25 സ്റ്റുഡൻസ് ഉണ്ട്, മലയാളികൾ തന്നെ. പലരും പല ഏജൻസിയിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾക്ക് തോന്നിയത് അവരുടെ എല്ലാവരും ഏജൻസി ലൈക്ക് ഒരു 1 lakh above അങ്ങ് ആണ് സർവീസ് എമൗണ്ട് വാങ്ങിക്കണേ. സോ അത് വെച്ച് നോക്കുമ്പോൾ ഫ്ലൈവിസിൻ്റെ ഭയങ്കര കുറവായിരുന്നു. അതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ ഈ സർവീസ് ചാർജ് കുറവാണെന്ന് കരുതി അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവർക്കൊരു ഈ പറഞ്ഞ പോലെ 1 lakhന് മുകളിൽ സർവീസ് ചാർജ് മേടിച്ചിട്ടും പിക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ ഒറ്റയ്ക്ക് വന്നവരുണ്ട്. അങ്ങനെ കുറേ സ്ട്രഗിൾ അവിടുന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ അത് എളുപ്പമായിരുന്നു. നമുക്ക് പിക്കപ്പും പിന്നെ ഇവിടെ വന്നിട്ടുള്ള പെസൽ എടുക്കേണ്ട കാര്യങ്ങൾ, സിം എടുക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഫ്ലൈവിസിൽ നിന്ന് തന്നെ നമുക്ക് ആളുണ്ടായിരുന്നു നമുക്ക് ചെയ്തു തരാനായിട്ട്. അത് പൈസേനെ വെച്ച് നോക്കുമ്പോഴത്തേനും അത് കുറച്ചും കൂടെ ഒരു നല്ല കാര്യം, അഫോർഡബിൾ ആയിരുന്നു രണ്ടുപേരും. സോ വിസയൊക്കെ കിട്ടി പോളണ്ടിൽ എത്തിയപ്പോൾ ഒബ്വിയസ്ലി ഫ്ലൈവിസ് ടീം തന്നെ ആയിരിക്കാം നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പും പോസ്റ്റ് അറൈവൽ സർവീസസും കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ ആൾസോ അക്കോമഡേഷനും. അപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹോസ്റ്റലിലാണ്. സോ ഹോസ്റ്റൽ ഇവിടെ സ്റ്റുഡൻസ് വരുന്നത് പലരും പല രീതിയിലാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചിലർ ഷെയർ ആയിരിക്കും, ചിലർ ഹോസ്റ്റലായിരിക്കും, ചിലർ അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. സോ നിങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ്. സോ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് എന്തൊക്കെയാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ ഈ വരുമ്പോൾ തന്നെ? നമുക്ക് അക്കോമഡേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലൈവിസിന് ഓൾറെഡി ഇവിടെ 3 ഹോസ്റ്റലുണ്ട്. അപ്പോൾ അതൊരു നമുക്കൊരു ആശ്വാസമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് വന്നു കഴിയുമ്പോഴത്തേനും അറിയാൻ മേലത്തെ ഒരു കൺട്രി വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പം ഹോസ്റ്റലിലേക്ക് മാറുന്നതായിരുന്നു ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സേഫായിട്ട് തോന്നി. കാരണം ഫ്ലൈവിസിൻ്റെ തന്നെ ഹോസ്റ്റലായതുകൊണ്ട് അവിടുത്തെ പിള്ളേർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ആളുകൾ അവിടെ ഉണ്ട്. അതൊരു ഭയങ്കര ഹെൽപ്പായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഹോസ്റ്റലാണ് ഇപ്പം സേഫായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പം വന്നിട്ട് കുറച്ച് നാളായില്ലേ, അപ്പം പാർട്ട് ടൈമിൻ്റെ സെർച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പാർട്ട് ടൈം നമുക്ക് കിട്ടി. ഞാനിവിടെ ബ്രെഡ് ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയിട്ടൊരു 3 weeks ആയി. വന്നു കഴിഞ്ഞൊരു 1 monthനുള്ളിൽ തന്നെ എനിക്ക് 1 month കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപർണയ്ക്കോ? എനിക്കൊരു 3 weeks ആകുമ്പോഴത്തേക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് കിട്ടി. ഞാനിപ്പോഴും അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് 2-3 ജോബ് കിട്ടിയായിരുന്നു. അപ്പൊ ഈ പാർട്ട് ടൈം സെർച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ടഫായിരിക്കും, ചിലർക്ക് ടഫായിരിക്കും, ചിലർക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അതെങ്ങനെയായിരുന്നു? എനിക്ക് എൻ്റെ ഹോസ്റ്റലിൽ തന്നെ ഒരു ചേച്ചി ഇറങ്ങിയപ്പോൾ ആ വേക്കൻസി കയറിയതായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ട് വന്നില്ല. ഞാൻ സെർച്ചിന് ഇറങ്ങണായിട്ട് മുന്നേ എനിക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, സോ ഇനി ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം നിങ്ങൾക്ക് അറിയാനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം, ഓൾറെഡി പോളണ്ടിലുള്ള സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് ചോദിക്കുകയാണ് എന്തൊക്കെ കാര്യമാണ് ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് എന്തൊക്കെ പറയും? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ എന്തൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറയും? ഇപ്പം ഫ്ലൈവിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലൈവിസിൻ്റെ ടീം ഫുള്ള് പോളണ്ടിലാണ്. സോ ഒരു കൺട്രി നമ്മൾ ചൂസ് ചെയ്യുമ്പം ഏജൻസി സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നാട്ടിൽ നമ്മൾ അന്വേഷിക്കുക, നമുക്കിപ്പം അവിടെ ഒരു ടീമുണ്ടോ, അവിടെ പരിചയമുണ്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ലൈക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം പോളണ്ടിലാണെങ്കിൽ തന്നെ ഒരു 1 yearൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. സോ അത് അറിയാനൊക്കെ നാട്ടിൽ മാത്രം ഉള്ള ഏജൻസി ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടുത്തെ ഇപ്പം വേറെ ഏജൻസിത്തെ സ്റ്റുഡൻസ് അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. സോ അതൊന്ന് പിന്നെ അഫോർഡബിൾ എല്ലാവർക്കും അതാണല്ലോ വേണ്ടത്. ലൈക്ക് ഇപ്പം മിക്ക ഏജൻസികളും ഇപ്പം നാട്ടിൽ അന്വേഷിച്ചിടത്തോളം ഒരു 1 lakh 1.5 lakh above ആണ് ചോദിക്കുന്നത്.
അപ്പം അതൊക്കെ നോക്കി ഫീസ് മീൻസ് ഇപ്പോൾ സർവീസ് എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സർവീസ് പോലും ചെയ്യാത്ത ഏജൻസികളും ഉണ്ട് നാട്ടിൽ. അപ്പം അതൊക്കെ നോക്കി എത്ര സ്റ്റുഡൻസ് പോയി എന്നൊക്കെ അന്വേഷിച്ചിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പം നമ്മൾ വരുമ്പോൾ തന്നെ എല്ലാവരും നാട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് നല്ല ധൈര്യത്തോടെ പറയാൻ പറ്റും നമ്മൾ ഫ്ലൈവിസ് വഴിയാണ് വന്നേ. കാരണം നമുക്കത് അത്രയും ട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ അത്രയും സേഫായിട്ട് വന്ന് എത്തിയ കാരണം നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള സർവീസും എല്ലാം നല്ലതായതുകൊണ്ട് നമുക്കത് നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഫ്ലൈവിസ് വഴിയാണ് വന്നതെന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അപ്പം നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു.